നിങ്ങൾ തുടങ്ങ്. ഞാൻ പാടും. ഒപ്പം പാടുന്നു. ഏതാ പാടുന്ന? ഏതാ ഇജ്ജ് പറഞ്ഞൊക്കെ നമ്മൾക്കറിയാം. മനസ്സിലാക്കി പറഞ്ഞ പൂവല്ലേ നറുനിലാപ്പൂമോളല്ലേ. ഏതെങ്കിലും പാട്ട് ഇപ്പൊ പാടാൻ പറ്റുന്നുണ്ട്? ഇല്ല അതിനുള്ള കഴിവൊന്നും ഇല്ല. കഴിവേ ഇല്ല. നമ്മള് സന്തോഷം വരുന്നതിനേക്കാളും കൂടുതൽ സങ്കടം വരുമ്പോഴാണ് കേൾക്കാറുള്ളത്. ഹായ് ഗൈസ്, വെൽക്കം ടു ഹോട്ട് ആൻഡ് സോർ TV. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ജൂൺ 21 എന്താണ് പ്രത്യേകത? ജൂൺ 21 എന്ന് പറയുന്നത് വേൾഡ് മ്യൂസിക് ഡേ ആണ്. അപ്പോൾ എല്ലാവരും മ്യൂസിക് കേൾക്കുന്ന ആൾക്കാരാണ്, മീ ഓൾസോ. അപ്പോൾ നിങ്ങൾക്ക് വിഷമം വരുമ്പോൾ ഒരു ബൾക്ക് മ്യൂസിക് കേൾക്കും, അല്ലെങ്കിൽ സന്തോഷം വരുമ്പോൾ വേറെ ടൈപ്പ് ഓഫ് മ്യൂസിക് കേൾക്കും. അപ്പോൾ നമുക്ക് എല്ലാവരോടും ചോദിക്കാം, ഏതൊക്കെ ടൈപ്പിലുള്ള മ്യൂസിക് ആണ് കേൾക്കുന്നത്? ജൂൺ 21 വേൾഡ് മ്യൂസിക് ഡേ ആണ്. മ്യൂസിക് ഇഷ്ടമാണോ? ഇഷ്ടമാണ്. പാടാറുണ്ടോ? ചെറുതായിട്ടൊക്കെ. ബ്രോയുടെ ഫേവറേറ്റ് പാട്ട് ഏതാ? നമ്മളെ കാര്യം മാപ്പിളപ്പാട്ടിന്റെ ആൾക്കാരാ. ഞങ്ങള് മുട്ടിപ്പാട്ടിനൊക്കെ പോക്കണ്ടേ ഞങ്ങള്. അടിപൊളി. അപ്പൊ പാട്ട് എന്തായാലും ടീം ലീഡർ അവനാ. ലീഡർ ബിസിയാണ്. ലീഡർ ബിസി പോലെ അഭിനയിക്കാണ്. അപ്പം ബ്രോ അങ്ങനെ ഫേവറേറ്റ് മ്യൂസിക് ഡയറക്ടർ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, അങ്ങനത്തെ നമുക്ക് വലിയ അറിവൊന്നുമില്ല. നമ്മളെല്ലാം കേൾക്കും. കാര്യമായിട്ട് മലയാളം തന്നെ, വേറെ പുറമുള്ളൊന്നും അങ്ങനെ പ്ലേലിസ്റ്റിൽ എപ്പോഴും കേൾക്കാറുള്ള ഒരു സോങ് ഏതാ? ഇപ്പൊ നിങ്ങളുടെ ഫോണിലെ പ്ലേലിസ്റ്റിൽ എപ്പോഴും ഉണ്ടായിരിക്കുന്ന ഒരു സോങ്? ഇപ്പൊ ലേറ്റസ്റ്റ് വേടനാണല്ലോ. ഒരു സോങ് പാടാവോ? വേടന്റെ പാട്ട് ഇപ്പനെ അറിയാം. അവനറിയാം. ഒരു പാടി ഇപ്പഴൊരു സമയം കിട്ടുള്ളൂ. പാടാനുള്ള ആൾക്കാർക്ക് സംഘഗാനം പാടാം അല്ലേ? സംഘഗാനം പാടാം. എന്നാ മാപ്പിള പാടുന്നായിക്കോട്ടെ. അജ്ജു നിങ്ങൾ തുടങ്ങ്. ഞാൻ പാടും. ഒപ്പം പാടുന്നു. ഏതാ പാടുന്ന? ഏതാ ഇജ്ജ് പറഞ്ഞൊക്കെ നമ്മൾക്കറിയാം. മനസ്സിലാക്കി പറഞ്ഞ പൂവല്ലേ നറുനിലാപ്പൂമോളല്ലേ മധുരപാതീനേഴിൽ ലങ്കി മാറിയുന്നോളെ ലങ്കി മാറിയുന്നോളെ ലങ്കി മാറിയുന്നോളെ ലങ്കി മാറിയുന്നോളെ ലങ്കി മാറിയുന്നോളെ. അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. വേൾഡ് മ്യൂസിക് ഡേ ആയിട്ട് ഒരു ദിവസം മ്യൂസിക്കിനായിട്ടുള്ളത് നല്ലതാണോ? തീർച്ചയായിട്ടും. നമ്മളൊക്കെ മ്യൂസിക് എൻജോയ് ചെയ്യുന്ന ആൾക്കാരല്ലേ. പിന്നെന്താ, തീർച്ചയായിട്ടും. മ്യൂസിക് ഇഷ്ടമാണോ? അതെ, ഇഷ്ടമാണ്. പാടാനാണോ കേൾക്കാനാണോ ഇഷ്ടം? കേൾക്കാൻ ഇഷ്ടമാണ്. കേൾക്കാൻ ഇഷ്ടമാണ്. പാടാനോ? ഇല്ല. എപ്പോഴും കേൾക്കുന്ന ഒരു പാട്ട് ഏതായിരിക്കും? ഒരു നോക്ക് കാണുവാൻ കാത്തിരുന്നവർ. തനിക്ക് ഏറ്റവും സന്തോഷം വരുമ്പോൾ കേൾക്കുന്ന ഒരു പാട്ട്? എല്ലാപ്പോഴും ആ പാട്ടാ കേൾക്കാറ്. എല്ലായ്പ്പോഴും. സങ്കടം വരുമ്പോഴും? തനിയെ മിഴികൾ. തനിയെ മിഴികൾ അല്ലേ? ഓക്കെ. അപ്പം ഏത് ലാംഗ്വേജ് കൂടുതൽ കേൾക്കാനുള്ള? മലയാളമാണോ? മലയാളം, തമിഴ്. മലയാളം, തമിഴാണല്ലേ? തനിക്കോ? എനിക്ക് എല്ലാ പാട്ടും ഞാൻ കേൾക്കും. എല്ലാ പാട്ടും കേൾക്കും. അതിൽ ഫേവറേറ്റ് സോങ് ഏതാ? ഫേവറേറ്റ് തട്ടത്തില്. അഭിലാഷൻ. ഇപ്പൊ അതാണ് കേട്ടത്. സങ്കടം വരുമ്പോ ഏത് പാട്ടാ കേൾക്കാറുള്ളത്? സങ്കടം വരുമ്പോ മഴമേഘം. ഏത് ലാംഗ്വേജ് കൂടുതൽ കേൾക്കാം? മലയാളമാണോ, ഹിന്ദിയാണോ, തമിഴാണോ, ഇംഗ്ലീഷാണോ? ഞാൻ കൂടുതലും മലയാളം കേൾക്കാം. മലയാളമാണ് ഫേവറേറ്റ്. ഫേവറേറ്റ് സിംഗറോ മ്യൂസിക് ഡയറക്ടറോ അങ്ങനെ എന്തെങ്കിലും? അങ്ങനെയൊന്നുമില്ല. നമുക്ക് പാട്ട് ആസ്വദിക്കാം. തനിക്കോ? എനിക്കോ? എനിക്ക് അല്ലു അർജുൻ സോങ്. അല്ലു അർജുൻ സോങ്. എന്നാലും ഫേവറേറ്റ് സോങ് ഏതാ? ഫേവറേറ്റ് അല്ലു അർജുൻ്റെ എല്ലാ സോങ്സും ഇഷ്ടമാണ്. ഫേവറേറ്റ് ലാംഗ്വേജ് വല്ലതും ഉണ്ടോ? തമിഴ്. തമിഴ് തന്നെയാണ്. തമിഴ്, തെലുങ്ക്. തമിഴും തെലുങ്കും അല്ലേ? മലയാളം ഇഷ്ടമാണ്. എനിക്ക് സങ്കടം വരുമ്പോൾ കേൾക്കുന്ന ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പാട്ട് ഏതായിരിക്കും? സങ്കടം വരുമ്പോൾ ഒരു വാക്കും മിണ്ടാതെ പറഞ്ഞു. പിന്നെ മഴമേഘം എന്ന് പറഞ്ഞ അവള് പറഞ്ഞു. ആ പാട്ട്. സന്തോഷം വരുമ്പോഴോ? സന്തോഷം വിജയുടെ സോങ്. എഴുതിട്ട് തുള്ളാനൊക്കെ പറ്റുന്ന ലെവലല്ലേ? അത് എനർജിയോടെ സോങ്. അപ്പം 3 പേരും ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടാമോ? ഇഷ്ടമുള്ള പാട്ട് പാടിക്കും. ഒരാൾ തുടങ്ങിയാൽ മതി, ബാക്കിയുള്ളത് കൊടുത്തോളൂ. തുടങ്ങിയിട്ടാ ബാക്കിയുള്ളത് ഒരാൾ തുടങ്ങിയിട്ടാ മതി, ബാക്കി കൊടുക്കോളൂ. തുടങ്ങിയിട്ടോ? ഇൻട്രോവേർട്ട് ആണ്.
ആ ഒരാൾ തുടങ്ങിട്ടോ ബാക്കിയുള്ളവർ കൂടിക്കോളും. എന്റെ എല്ലാം എല്ലാം അല്ലേ പാടും. കൂടെ പാടും. നീ എന്നെ നോക്കേ വേണ്ട, ഞാൻ ഇഷ്ടത്തിനങ്ങ് പാടിക്കും. എത്ര നേരം അവിടെ കിടന്ന് പാടായിരുന്നു. എന്റെ എല്ലാം എല്ലാം അല്ലേ, എന്റെ ചീലത്തെ ചെമ്പരുന്നല്ലേ, എന്റെ കാതിലെ കാണാ പാദസരം ഞാനല്ലേ, ഞാനല്ലേ, നിന്റെ മാറിലെ മായ ചന്ദന പൊട്ടെനിക്കല്ലേ, എനിക്കല്ലേ. അടിപൊളി, ഇതാണ് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിട്ട് പാടുന്നുണ്ട്. ഓക്കെ അപ്പൊ എന്തായാലും ഒരുപാട് പാട്ടുകൾ പാടുക, കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. പാട്ട് ഇഷ്ടമാണോ? സോയുടെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇഷ്ടമാണ്. പാട്ട് പാടാൻ ഇഷ്ടമാണോ? ആ പാട്ട് പാടാൻ ഇഷ്ടം. പാടാനും ഇഷ്ടമാണ്. ഏത് പാട്ടുകളാണ് കൂടുതൽ കേൾക്കാറുള്ളത്? ഓൾഡ് മെലഡീസ്, പിന്നെ ഈ ഫ്യൂച്ചർ വേടൻ്റെ റാപ്പ്, അങ്ങനെ കുറേ ഐറ്റം നമ്മുടെ. അതൊക്കെയാണ് കൂടുതൽ ഇഷ്ടമല്ലേ? ലാംഗ്വേജ് ഉണ്ടോ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്? ലാംഗ്വേജ് മീൻസ് പാട്ടിൻ്റെ ആണോ? പാട്ടിന് മലയാളമാണോ ഇംഗ്ലീഷ് ആണോ? ആ ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കാറ് മലയാളം എന്നൊരു മ്യൂസിക്കാണ്, പിന്നെ തമിഴ്, മലയാളം, ഇങ്ങനെ ഒരു കാറ്റഗറിയാണ്. ഒരു സന്തോഷം വരുമ്പോൾ കേൾക്കുന്ന ഏറ്റവും കൂടുതൽ പാട്ടേതായിരിക്കും? നമ്മൾ സന്തോഷം വരുന്നതിനേക്കാളും കൂടുതൽ സങ്കടം വരുമ്പോഴാണ് കേൾക്കാറുള്ളതല്ലേ? ഓക്കെ, സങ്കടം. അപ്പൊ നല്ലൊരു സങ്കടം ഉണ്ട്. അപ്പൊ സങ്കടം വരുമ്പോ എന്താ കേൾക്കാറ്? അങ്ങനല്ല, മെലഡി മ്യൂസിക് എപ്പോഴും ഒരു മ്യൂസിക് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഹീൽ, ഒരു എന്താ, ഒരു മെഡിസിനാണ്. അതുപോലെ ബ്രോ ഏറ്റവും ഫേവറേറ്റ് സോങ് ഏതായിരിക്കും അവിടെ? ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയാനില്ല, സോങ് നമുക്ക് ഫേവറേറ്റ് ആണ്. അല്ല അങ്ങനെ എപ്പോഴും പ്ലേ ലിസ്റ്റിലുള്ളത്, എപ്പോഴും കേൾക്കാറുള്ള പിന്നെ റിപ്പീറ്റ് അടിച്ച് കേൾക്കുന്ന പാട്ടുകൾ മറ്റെന്താ കാണാനുള്ള അത്. ആ ഓക്കെ, ഞങ്ങൾക്ക് വേണ്ടി രണ്ടുപേരും മോളാവും. ഇഷ്ടമുള്ള പാട്ട് പാടിയോ? ഒരു രണ്ടുപേരും ഞങ്ങൾക്ക് വേണ്ടി. കാണാനുള്ളിലുള്ള ഭയമോ കാണാനേറെയുള്ള രസമോ ഒന്നായി വന്നിരുന്ന് വെറുതെ പടവിൽ. അടിപൊളി, അടിപൊളിയായിട്ടുണ്ടല്ലോ. എന്തായാലും കീപ് ഗോയിങ്. ജൂൺ 21 വേൾഡ് മ്യൂസിക് ഡേ ആണ്. മ്യൂസിക് ഇഷ്ടമാണോ? ഇഷ്ടമാണ്. ഇഷ്ടമാണ്. ഏത് ടൈപ്പ് മ്യൂസിക് കൂടുതൽ ഇഷ്ടം? അങ്ങനെ ഹിന്ദി ഇഷ്ടമാണ്, പാകിസ്ഥാനി ഇഷ്ടമാണ്, എല്ലാം ഇഷ്ടമാണ്. ഫേവറേറ്റ് സോങ് ഏതാ? ജോള്, പാകിസ്ഥാനി സോങ്. നൈസ് സോങ് ആണ് ജോള്. മൈ ഓൾസോ ഫേവറേറ്റ് ആണ്. സോ എപ്പോഴും സോങ്സ് കേൾക്കുന്നത്, വേൾഡ് മ്യൂസിക് ഡേ എന്ന് പറഞ്ഞിട്ട് ഒരു ഡേ വെക്കുന്നതിന് വല്ല ഗുണമുണ്ടോ? എന്താ തോന്നിയിട്ടുള്ളത്? ഒന്നും തോന്നുന്നില്ല, നനയുന്നുണ്ടോ? ഓക്കെ ഓക്കെ. ഏതെങ്കിലും പാട്ട് ഇപ്പൊ പാടാൻ പറ്റുന്നുണ്ട്? ഇല്ല ഇല്ല ഇല്ല, അതിനുള്ള കഴിവൊന്നും ഇല്ല. അല്ല, ജോളൊരു പണിയാ മതി. ഇല്ല ഇല്ല, കഴിവേ ഇല്ല. പാട്ടുള്ളത് കഴിവേ ആസ്വദിക്കാനേ അതാ. ഗുണമുണ്ടോ? മ്യൂസിക് ഡേ വരുന്നതുകൊണ്ട് ഗുണമുണ്ടോ? ഒത്തിരി ആൾക്കാർക്ക് ഇഷ്ടമല്ലേ പാട്ടൊക്കെ? അപ്പൊ എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് പാട്ട് തന്നെ. പാട്ട് വല്ലപ്പോഴും കേൾക്കാറുണ്ടോ? എപ്പോഴും കേൾക്കാറുണ്ട്. പ്ലേ ലിസ്റ്റിലുള്ള പാട്ട് ജോള് തന്നെയോ? അയ്യോ, പ്ലേ ലിസ്റ്റിലുള്ള പാട്ട് ഏതാ? അയ്യോ, ഫേവറേറ്റ് പാട്ട്? അവള് പറയുന്നത് എല്ലാം പുള്ളിക്കാരും. അതെ, അവളെന്നെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ജൂൺ 21 വേൾഡ് മ്യൂസിക് ഡേ ആണ്. മ്യൂസിക് കേൾക്കാനാണോ പാടാനോ ഇഷ്ടം? കേൾക്കാൻ ഇഷ്ടം. കേൾക്കാൻ ഇഷ്ടം. ഏതാ ലാംഗ്വേജ്? മലയാളമാണോ ഇംഗ്ലീഷ്? ഹിന്ദി. ഹിന്ദിയാണ്. അപ്പം ഫേവറേറ്റ് മ്യൂസിക് ഡയറക്ടറോ സിംഗറോ അങ്ങനെയല്ലോ ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല, നല്ല ഫീലുള്ള നല്ല മീനിങ് ഉള്ള സോങ്സ് എല്ലാം ഇഷ്ടമാണ്. ഫേവറേറ്റ് സോങ് ഏതാ ഇപ്പൊ കറന്റ്? ജോളി, മാന്ത്, പാകിസ്ഥാനി. അടിപൊളി. അപ്പം നോർമലി ഇങ്ങനത്തെ സോങ്ങുകൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ മൈൻഡ് റിലാക്സ് ആവുന്ന സോങ്ങുകളാവും, ഹൈപ്പർ ആവുന്ന സോങ്ങുണ്ടാവും, സങ്കടം വരുമ്പോൾ കേൾക്കുന്നതാവും. സന്തോഷം വരുമ്പോൾ കേൾക്കുന്ന ഒരു പാട്ടായിരിക്കും. ഇപ്പൊ ജോളും മാന്തൊക്കെ ആണല്ലോ. സങ്കടം വരുമ്പോഴോ? ദില്ലി ബാദത്ത്, അങ്ങനെ കുറച്ച് പഴയ പഴയ സോങ്സ് ഉണ്ട് ഹിന്ദിയിലുള്ള. തനിക്ക് പണ്ടത്തെ സോങ്ങുകളാണോ ഇഷ്ടം, ഇപ്പോഴത്തെ ഫാസ്റ്റിൽ പോകുന്ന പാട്ടുകളാണോ കൂടുതൽ ഇഷ്ടം? അങ്ങനെയൊന്നുമില്ല, എല്ലാം ഓക്കെയാണ്. അപ്പം താനിപ്പോൾ ഒരാൾക്ക് പ്രിഫർ ചെയ്യുവാണെങ്കിൽ ഈ ഒരു മൂടുന്ന അല്ലെങ്കിൽ സന്തോഷമായിട്ടിരിക്കും അല്ലെങ്കിൽ സങ്കടമാണ് ഈ പാട്ടൊന്ന് കേട്ട് നോക്ക് എന്ന് പ്രിഫർ ചെയ്യുന്ന ഒരു സോങ് ഏതായിരിക്കും? ഇപ്പൊ അങ്ങനെ പ്രിഫർ ചെയ്യുന്നത് ഞാൻ തന്നെ കേൾക്കത്തുള്ളൂ. ഓക്കെ, അപ്പം ഞങ്ങൾക്ക് വേണ്ടി ജസ്റ്റ് ചുമ്മാ ഒന്ന് മൂളാവോ ഏതെങ്കിലും തനിക്ക് ഇഷ്ടമുള്ളൊരു പാട്ട്? ചുമ്മാ ഒന്ന് മൂളിക്കൂ. जो तू नहीं तो ऐसा मैं चेहरा किसी की खूबसूरती मांद पड़ी हो, ऐसा मैं दरिया जो बहना ना चाहे. Wow, thank you so much. Okay. അപ്പോൾ മ്യൂസിക്കിനായിട്ടൊരു ദിവസം ഉള്ളത് നല്ലതാണോ മോശമാണോ?
അതിന്റെ ഒരു ആവശ്യമുണ്ട് തോന്നുന്നില്ല. ഇല്ല. കാരണം ഡെയിലി നമുക്ക് കേൾക്കാലോ, അപ്പൊ അതിന് പ്രത്യേകിച്ച് ഒരു ആവശ്യമില്ലല്ലോ. വേൾഡ് മ്യൂസിക് ഡേനെ കുറിച്ച് പറയുമ്പോൾ മ്യൂസിക് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. ചേച്ചിക്ക് ഇഷ്ടമാണോ? ആ ഇഷ്ടമാണ്. സോങ്സ് ഒക്കെ കേൾക്കാറുണ്ടോ? പാടാറുണ്ടോ? പാട്ട് ഇടക്കൊക്കെ പാടും. ഓക്കെ, ഏത് പാട്ടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? അമരം സിനിമയില വികാരനൗകയുമായി. ഇങ്ങനൊരു മ്യൂസിക് ഡേ വരുന്നതുകൊണ്ട് നല്ല ഗുണമാണോ ശരിക്കും പറഞ്ഞാൽ? അങ്ങനത്തെ ഒരു ഡേറ്റ് ഉണ്ടാവുന്നതൊക്കെ നല്ലതാണോ? കുഴപ്പമില്ല. എല്ലാം ഇഷ്ടമുള്ള ആൾക്കാർക്ക് അവരുടെ പാട്ടിനെ കുറിച്ച് പറയാനുള്ളൊരു അവസരമായിട്ട് അത് കാണും. രണ്ടുപേരും പാടാൻ പറ്റും ഞങ്ങൾക്ക് വേണ്ടിയിട്ട്? പാടാൻ പാടാൻ ഇഷ്ടമുള്ള പാട്ടല്ലേ? ഇഷ്ടമുള്ള പാട്ടൊന്ന് പറയാം. അഴകേ നിൻമിഴി നീർമണിയിൽ കുളിരിൽ തൂവരുതേ, കരളേ നീ എൻ്റെ കിനാവിൽ മുത്തുപൊഴിക്കരുതേ, പരിഭവങ്ങളിൽ മൂടി നിൽക്കുമീ വിരഹവേളതൻ നൊമ്പരം, ഉൾക്കുടന്നയിൽ കോരിന്നു ഞാൻ എൻ്റെ ജീവനിൽ പങ്കിടാം. അടിപൊളിയാണ്. ചെറുതായിട്ട് നന്നായിട്ട് പാടുന്നുണ്ട്. 21st വേൾഡ് മ്യൂസിക് ഡേ ആണ്. അപ്പം ബ്രോയ്ക്ക് പാട്ട് കേൾക്കാനാണോ പാടാനാണോ ഇഷ്ടം? പാടാനും കേൾക്കാനും ഇഷ്ടം. ഓക്കെ, ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പാട്ട് ഏതായിരിക്കും? എന്താ പറയാ, കൂടുതൽ മാപ്പിളപ്പാട്ട്, മാപ്പിളപ്പാട്ടാണ്. പിന്നെ ഹിന്ദി സോങ്. ഫേവറേറ്റ് ഡയറക്ടർ അങ്ങനെയല്ല, മ്യൂസിക് ഡയറക്ടർ അങ്ങനെയല്ല? ഇല്ല, അങ്ങനൊന്നുമില്ല. സിനിമ ഏത് ലാംഗ്വേജാണ് കൂടുതലും കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്? ഹിന്ദിയാണോ മലയാളമാണോ? ഹിന്ദിയാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്, പക്ഷെ പാടാൻ ആഗ്രഹിക്കുന്നത് മലയാളമാണ്. അപ്പോൾ ബ്രോയ്ക്ക് ഏറ്റവും സന്തോഷം വരുമ്പോൾ കേൾക്കുന്ന ഒരു പാട്ട് ഏതായിരിക്കും? സന്തോഷം മലയാളം ഫിലിമിലെ പാടണോ? പിടിക്കണോ? വേണ്ട. എനിക്കും ഒരു നാവുണ്ടെങ്കിൽ എന്തു ഞാൻ വിളിക്കും നിന്നെ, എന്തു ഞാൻ വിളിക്കും. പോരാ? അടിപൊളി. എല്ലാവർക്കും മ്യൂസിക് എന്ന് പറയുന്നത് നമുക്കൊന്ന് സങ്കടപ്പെട്ടിരിക്കുന്ന ഒന്ന് കേൾക്കുവാണെങ്കിൽ തന്നെ ചിലപ്പോൾ ഒരു രോഗങ്ങൾക്ക് മ്യൂസിക് തെറാപ്പി ചെയ്യാറൊക്കെയാണ്. മ്യൂസിക്കിന് വലിയ റോളുണ്ട്. നമ്മൾ സങ്കടപ്പെട്ടിരിക്കുന്ന കേൾക്കുമ്പോൾ ആശ്വാസമാകും. ബ്രോയ്ക്ക് സങ്കടം വരുമ്പോൾ കേൾക്കുന്ന ഒരു പാട്ട് ഏതായിരിക്കും? സങ്കടം വരുമ്പോൾ കേൾക്കുന്നത് അങ്ങനെ പ്രത്യേകിച്ച് അല്ല, മീൻസ് എങ്ങനെയെങ്കിലും ഇപ്പൊ സങ്കടം വരുമ്പോൾ ചിലപ്പോൾ ഹിന്ദി സോങ്സ് കേൾക്കുന്നുണ്ടായിരിക്കും, ചില മെലഡി സോങ്സ്, അങ്ങനെ വല്ലതും ഓർക്കുന്നുണ്ടോ എന്തെങ്കിലും? അതന്നെ, സങ്കടം വരുമ്പോൾ ഇപ്പൊ ഇതുപോലത്തെ ഒരു കുറച്ച് സ്ലോ ആയിട്ടുള്ള സോങ് അങ്ങനെ. ബ്രോയ്ക്ക് എങ്ങനത്തെ പാട്ടുകൾ? കുറച്ച് ഓൾഡ് സോങ്സ് ആണോ ഇഷ്ടം? ഓൾഡ് ആണ് എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. ഇപ്പോഴത്തെ ഒരു ട്രാക്കുകളൊക്കെ കേൾക്കുമ്പോൾ എപ്പോഴും ഫീൽ ചെയ്യാം, അത് നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത പോലെ ഫീൽ ചെയ്യുന്നത്, പാടാനായിട്ടൊരു സ്പീഡ് അത് പറ്റുന്നില്ല. ഇല്ല, പണ്ടത്തെ പാട്ടുകൾ തന്നെയാണ് മെയിൻ. ഓക്കെ. ഏറ്റവും ഫേവറേറ്റ് സിംഗർ ഏതാ? ഫേവറേറ്റ് സിംഗർ അങ്ങനെ ഉണ്ടോ? മലയാളത്തിലോ ഹിന്ദിയിലോ അങ്ങനെ? അങ്ങനൊന്നുമില്ല. ഒരു ദിവസം ഉള്ളതുകൊണ്ട് നല്ലതാണെന്ന് വിശ്വസിക്കുന്നുണ്ട് മ്യൂസിക്കിന് വേണ്ടിയിട്ട് ഒരു ദിവസം. പിന്നെ തീർച്ചയായും. സോ ഗൈസ്, നിങ്ങൾ എല്ലാവരും ഇപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും ഒരുപാട് സോങ്സും കാര്യങ്ങളും, എല്ലാവരുടെയും അഭിപ്രായങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഏതൊക്കെ ടൈപ്പ് ഓഫ് സോങ്സ് ആണ് അവർ ഇഷ്ടപ്പെടുന്നത്, ഏതൊക്കെ ടൈപ്പ് ഓഫ് സോങ്സ് ആണ് അവർ പ്രിഫർ ചെയ്യുന്നത് എന്ന രീതിയിൽ. അപ്പോൾ നിങ്ങളുടെയും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഐ എം വൈൻഡിപ്പിംഗ്.